ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് 1,00,000 മേലുള്ള എമൗണ്ടൊക്കെ നമുക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻ ബി എസിനെ പറ്റിയാണ്. പുനവാല ഫിൻകോർപ്പ് എന്നാണ് ഈ എൻ ബി എസിയുടെ പേര്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എൻ ബി എസ് ആണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള എൻ ബി എസ് ആണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവർ നമുക്ക് 1,00,000 മുതൽ 50,00,000 വരെയുള്ള എമൗണ്ടാണ് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 50,00,000 ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, ഒരു 1 to 5 ലക്ഷത്തിനുള്ള എക്സ്പെക്ട് ചെയ്യാം. ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒരു 9% തൊട്ട് 30% ഉള്ളിലാണ്. പിന്നെ ടെന്യൂർ ആണെന്നുണ്ടെങ്കിൽ 1 year to 5 yearൻ്റെ ഉള്ളിലുള്ള ടെന്യൂർ കിട്ടുന്നുണ്ട്. പിന്നെ ഏജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 വയസ്സ് മുതൽ 57 വയസ്സിന് ഉള്ളിലുള്ളവർക്ക് നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ ഇവർ സാലറി ബേസിലുള്ളവർക്ക് മാത്രമാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സെൽഫ് എംപ്ലോയേഡ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും വേണ്ട, അപ്ലൈ ചെയ്യും വേണ്ട. കാരണം നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണെന്നല്ല, കിട്ടില്ല. കാരണം ഇവർ അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ടേ. പിന്നെ ഇവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ലാസ്റ്റ് 3 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയി ID കാർഡ്, വർക്ക് മെയിൽ ID, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും സാലറി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇതിന് ലോൺ എമൗണ്ട് അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 700 മേലെ സിബിലും ഒരു 15,000 മേലെ സാലറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ബി എസിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ സാലറി ബേസുള്ള ലോണൊക്കെ നോക്കി അടക്കുന്നവരാണ്, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസുള്ള ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ EMI കാർഡുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേ ലെറ്ററിലൊക്കെ ലിമിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് പേജിൽ വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സാലറി കൊടുക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടോ. ഇനി നമ്മൾ നോൺ സാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള സെക്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സാലറി സെക്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. അതിൽ പിന്നെ നമുക്ക് നമ്മുടെ നെയിം, ഇമെയിൽ, പാൻ നമ്പർ, അതുപോലെ ലോൺ എമൗണ്ട്, ടെന്യൂറൊക്കെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ എന്തായാലും ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ സാലറീഡ് അല്ല, സെൽഫ് എംപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് അപ്രൂവൽ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് KYC വെരിഫിക്കേഷൻ ആയിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് യൂസ് ചെയ്തൊരു KYC വെരിഫിക്കേഷൻ. അതിനുശേഷം നമ്മുടെ ഇൻകം വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ 3 മാസത്തെ സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് അവിടെ കാണിക്കും. അതിനുശേഷം ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യേണ്ട സെക്ഷനാണ്. പിന്നെ എഗ്രിമെൻറ്റ് കാണിക്കും. എഗ്രിമെൻറ്റിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടാവും അവർ. ഇൻട്രസ്റ്റ് റേറ്റ്, കാര്യങ്ങൾ, ബൗൺസ് ചാർജ്, എല്ലാ ഡീറ്റെയിൽസും അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിനാൽ നിങ്ങൾക്ക് 24 to 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറുന്നതായിരിക്കും. പിന്നെ ഇവരുടെ ചാർജസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 3% ആണ് പ്രോസസ്സിംഗ് ഫീ വരുന്നത്. പിന്നെ ബൗൺസ് ചാർജ് ആയിട്ട് അവരൊരു 500 ഈടാക്കുന്നുണ്ട്. പിന്നെ ഫോർക്ലോസസ് ചാർജസ് 0 ആണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ലപോലെ അപ്രൂവൽ കൊടുക്കുന്നില്ല. ഇവർ നല്ലപോലെ വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് അപ്രൂവൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ അപ്രൂവൽ ചാൻസൊക്കെ വളരെ കുറവാണ്. എന്നാലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ മെയിൽ ID കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വലിയ എമൗണ്ട് ലോണൊക്കെ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുനവാല ഫിൻകോർപ്പ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു NBFC ആണ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ആവശ്യമുള്ളവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.